കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. അതിൻ്റെ സ്റ്റെപ്പാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. അതായത് പോപ്പുലേഷൻ്റെ അകത്ത് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ അത് സാമ്പിൾ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണോ ടെസ്റ്റ് ചെയ്യുന്നത്, ആ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു അസംഷൻ പറയുന്നത്. ആ അസംഷന് പറയുന്ന പേരാണ് ഹൈപ്പോത്തിസിസ്. എന്താണോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിനാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ്. 2 ടൈപ്പ് ഹൈപ്പോത്തിസിസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും. അപ്പൊ നൾ ഹൈപ്പോത്തിസിസ് എന്താന്ന് ചോദിച്ചാല്, എന്താണോ നമ്മൾ പോപ്പുലേഷന്റെ ടെസ്റ്റ് ചെയ്യുന്നത്, പോപ്പുലേഷൻ പാരാമീറ്ററായ മീൻ ആണോ വേരിയൻസ് ആണോ, എന്താണോ പോപ്പുലേഷന്റെ ടെസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു, മ്യൂ ഈക്വൽ ടു, അതായത് പോപ്പുലേഷൻ മീന് 45 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ മ്യൂ ഈക്വൽ ടു 45 എന്നുള്ളതാണ് നമ്മളെ നൾ ഹൈപ്പോത്തിസിസ്. അത് ഡിനോട്ട് ചെയ്യുന്നത് H0 ആണ്. അപ്പൊ മ്യൂ ഈക്വൽ ടു 45 എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തിസിസ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അതായത് അത് ഡിനോട്ട് ചെയ്യുന്നത് H1 ആണ്. മ്യൂ നോട്ട് ഈക്വൽ ടു 45 എന്നുള്ളതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിന്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് H0ഉം H1ഉം എന്താന്ന് ഡിസൈഡ് ചെയ്യും, എന്താന്ന് ഐഡന്റിഫൈ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഈ സാമ്പിളിന്റെ സൈസ് വെച്ചിട്ട് ഏത് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുക. നമ്പർ ഓഫ് സാമ്പിൾസ് ലാർജ് ആകുന്ന കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റ് ആണ് സെറ്റ് ടെസ്റ്റ്, അതായത് നോർമൽ ടെസ്റ്റ്. അതുപോലെ നമ്പർ ഓഫ് സാമ്പിൾസ് ലാർജ് ആകുന്ന കേസിൽ, അപ്പൊ ഏത് ടെസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സാമ്പിളിന്റെ സൈസ് വെച്ച് ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെയുള്ളതാണ് ടി ടെസ്റ്റ്. ടി ടെസ്റ്റ് എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് സ്മോൾ ആകുന്ന കേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് ടി ടെസ്റ്റ്. അതായത് ടി ടേബിൾ എന്ന് പറഞ്ഞിട്ട്, ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, അതിന്റെ ടേബിളും ഉണ്ട്. അത് വെച്ചിട്ടാണ് സ്മോൾ ആകുന്ന കേസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞാല് സിഗ്നിഫിക്കൻസ് ലെവൽ ആണ്. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വെച്ചാല് അതായത് നമ്മളെ നൾ ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആകുന്ന കേസിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ്. നമ്മളെ നൾ ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആകുന്ന കേസിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത്. സാധാരണ ഏതൊരു പ്രോബ്ലത്തിനകത്തും നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിനകത്ത് സിഗ്നിഫിക്കൻസ് ലെവൽ 5% ആണ് സിഗ്നിഫിക്കൻസ് ലെവൽ ഇടുക. അതായത് നൾ ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആകുന്ന കേസിൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അത് തള്ളിക്കളയാനുള്ള പ്രോബബിലിറ്റി നമ്മൾ പറയുന്നത് 5% ആയിട്ടാണ് ഓരോ പ്രോബ്ലത്തിലും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതാണ് ഈ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വെച്ചാല്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാല് ഏത് ടെസ്റ്റ് ആണോ യൂസ് ചെയ്യുന്നത്, അത് ഇപ്പൊ ലാർജ് സാമ്പിൾ ആണെങ്കിൽ സെറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അപ്രോപ്രിയേറ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. അത് വഴിയെ വരുന്നേ ഉള്ളൂ. ഫോർമുല ഈ സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു തന്നിട്ട് പറഞ്ഞുതരാം. അതായത് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ഫോർമുല യൂസ് ചെയ്യാം. ലാർജ് സാമ്പിൾ ആണെങ്കിൽ സെറ്റ് ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അതുപോലെ സ്മോൾ ആണെങ്കിൽ ടി ടെസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുല ഉണ്ട്. അതിന് ടെസ്റ്റ് സ്റ്റാറ്റിക് എന്നാ പറയാം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സ്റ്റാറ്റിക് ഫോം ചെയ്യാം. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്
സെഡ് ടെസ്റ്റ് ആണെങ്കിൽ സെഡ് നോർമൽ ടാബിൾ വെച്ച് ടാബുലാർ വാല്യൂ കണ്ടുപിടിക്കുക. ടി ടെസ്റ്റ് ആണെങ്കിൽ ടി ടാബിൾ വെച്ച് ടാബുലാർ വാല്യൂ കണ്ടുപിടിക്കുക. ടാബുലാർ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാം. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു ടി ടെസ്റ്റ് എന്ന് പറഞ്ഞ നമ്മൾ ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വാല്യൂ കിട്ടും. 5ന്റെ അകത്തൊരു ടാബിൾ യൂസ് ചെയ്തിട്ട് ടാബുലാർ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ഇങ്ങനെയാണ്. കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് കമ്പ്യൂട്ടഡ് വാല്യൂ, അഞ്ചാമത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന കമ്പ്യൂട്ടഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ ഈ നൾ ഹൈപ്പോത്തിസിസ് H0 നമ്മൾ റിജക്ട് ചെയ്യും. അതായത് മ്യൂ ഈക്വൽ ടു 45 ഉള്ളതെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മ്യൂ ഈക്വൽ ടു 45 അല്ല എന്ന് പറയുന്നു. മ്യൂ ഈക്വൽ ടു 45 എന്നുള്ളത് നമ്മൾ റിജക്ട് ചെയ്യും. ഇനി കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് വാല്യൂ ലെസ് ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ H0 എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കൺസെപ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാല്. ഇപ്പം സാമ്പിൾ ഇതിപ്പം പോപ്പുലേഷൻ മീനാന്നുള്ളതിന് എക്സാമ്പിൾ ആണ്. മ്യൂ ഈക്വൽ ടു 45 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ H0 മ്യൂ ഈക്വൽ ടു 45 എന്ന് എടുക്കുന്നത്. മ്യൂ നോട്ട് ഈക്വൽ ടു 45 H1 മ്യൂ നോട്ട് ഈക്വൽ ടു 45 എടുക്കുന്നത്. ഇനി നമ്പർ ഓഫ് സാമ്പിൾസിന്റെ സൈസ് വെച്ചിട്ട് ഏത് ടെസ്റ്റാ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തുന്നത്. പിന്നെ സിഗ്നിഫിക്കൻസ് ലെവലാണ്. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വെച്ചാൽ H0 കറക്റ്റ് ആകുന്ന കേസിൽ അതിനെ റിജക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുന്നത്. പിന്നെ ടെസ്റ്റിംഗ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഓരോ ടെസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്. അതാണ് ഈ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. പിന്നെ ടാബുലാർ വാല്യൂ, സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ നോർമൽ ടാബിൾ യൂസ് ചെയ്ത് ടാബുലാർ വാല്യൂ കണ്ടുപിടിക്കും. ടി ടെസ്റ്റ് ആണെങ്കിൽ ടി ടാബിൾ വെച്ച് ടാബുലാർ വാല്യൂ കണ്ടുപിടിക്കും. ലാസ്റ്റ് ഡിസിഷൻ എടുക്കുന്ന കമ്പ്യൂട്ടർ, അതായത് ഈ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഒരു വാല്യൂ കിട്ടും. ആ കമ്പ്യൂട്ടർ വാല്യൂ ഗ്രേറ്റർ ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ നമ്മൾ ആ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യുന്ന നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യും. കമ്പ്യൂട്ടർ വാല്യൂ ലെസ് ദാൻ ടാബുലാർ വാല്യൂ ആണെങ്കിൽ ഹൈപ്പോത്തിസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഓരോ ടെസ്റ്റും എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് പിന്നെ പറഞ്ഞു, ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഇടയിൽ എറർ ഉണ്ടാകാം. അതായത് ഈ നൾ ഹൈപ്പോത്തിസിസ് ശരിക്കും കറക്റ്റ് ആയിരിക്കും. പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത മ്യൂ ഈക്വൽ ടു 45 ആയിരിക്കും. പക്ഷെ നമ്മൾ ചെയ്തിട്ട് കിട്ടുന്നത് മ്യൂ നോട്ട് ഈക്വൽ ടു 45 എന്നുള്ള ആൻസറാ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ സിറ്റുവേഷനിൽ പറയുന്ന പേരാണ് ടൈപ്പ് 1 എറർ. അതായത് നൾ ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആകുന്ന H0 ട്രൂ ആകുന്ന കേസിൽ അതിനെ റിജക്ട് ചെയ്താൽ H0 റിജക്ട് ചെയ്താൽ പറയുന്ന പേരാണ് ടൈപ്പ് 1 എറർ. H0 റിജക്ട് ചെയ്യുന്ന H0 റിജക്ട് വെൻ ഇറ്റ് ഈസ് ട്രൂ. അതായത് മ്യൂ ഈക്വൽ ടു 45 എന്നുള്ളത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന് ഈ കാൽക്കുലേറ്ററെല്ലാം ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് അല്ല എന്നാ കിട്ടിയത്. അപ്പൊ അവിടെ ഒരു എറർ ഉണ്ടായി. അങ്ങനെയുള്ള എററിന് പറയുന്ന പേരാണ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 2 എറർ എന്ന് വെച്ചാൽ H0 നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ടൈപ്പ് 2 എറർ ആണ്. H0 ആക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. H0 ഫാൾസ് ആകുന്ന കേസിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്താൽ ആ എററിനെ പറയുന്ന പേരാണ് ടൈപ്പ് 2 എറർ. H0 ട്രൂ ആകുന്ന കേസിൽ അതിനെ റിജക്ട് ചെയ്താലാണ് ടൈപ്പ് 1 എറർ. H0 ഫോൾസ് ആകുന്ന കേസിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്താൽ പറയുന്ന പേരാണ് ടൈപ്പ് 2 എറർ. നെക്സ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ആണ്. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് വെച്ചാൽ റിജക്ഷൻ റീജിയനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ. നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് ദി computed value of the test static falls in a rejection region, we reject a null hypothesis. The rejection region is called
ക്രിട്ടിക്കൽ റീജിയൻ. അതായത് ടെസ്റ്റ് സ്റ്റാറ്റിക്കിന്റെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളെ റിജക്ഷനിലേക്കാ ആ നൾ ഹൈപ്പോത്തിസിസ് പോകുന്നതെങ്കിൽ ആ റിജക്ഷൻ റീജിയനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ. സാധാരണ നമ്മള് ക്രിട്ടിക്കൽ റീജിയന്റെ ലെവൽ എന്ന് പറയുന്നത് 5% ആയിട്ടാണ് സാധാരണ എടുക്കല്. പിന്നെ 2 ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്, ടു ടൈൽഡ് ടെസ്റ്റും 1 ടൈൽഡ് ടെസ്റ്റും. ടു ടൈൽഡ് എന്ന് പറഞ്ഞാല് 2 സൈഡിനും നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ പോകുന്നത്. അതായത് മ്യൂ = 45 എന്ന് പറഞ്ഞാല് നമ്മൾ H0 ആയിട്ട് എടുത്ത് H1 എന്ന് പറഞ്ഞാല് മ്യൂ ≠ 45 ആയിരിക്കും അല്ലെ. അപ്പം മ്യൂ ≠ 45 എന്ന് പറഞ്ഞാൽ മ്യൂ എന്ന് പറയുന്നത് 45-നേക്കാളും ചെറുതാകാം, 45-നേക്കാളും വലുതും ആകാം. അപ്പൊ 2 ടൈപ്പ് ഉണ്ട്, 2 ഭാഗത്തേക്കും പോകും. അതുപോലെ ഇതുപോലെ 2 നോർമൽ ടേബിളിന്റെ 2 സൈഡിലേക്കും പോകുന്നതിനാണ് നമ്മൾ ടു ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയാം. 2 സൈഡിലേക്കും റിജക്ഷൻ റീജിയൻ പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ടു ടൈൽഡ് ടെസ്റ്റ്. ഇനി 1 ടൈൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് നോർമൽ ടേബിളിന്റെ റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈ സൈഡ് മാത്രം, ഒരു സൈഡ് മാത്രം. ഇത് ലെഫ്റ്റ് സൈഡിലുള്ള വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. അതുപോലെ ചിലപ്പം ഈ സൈഡിലേക്ക് മാത്രം പോകാം റിജക്ഷൻ റീജിയൻ. അങ്ങനെ ഒരു സൈഡിൽ മാത്രം ഉള്ളതിനാണ് 1 ടൈൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ടു ടൈൽഡ് എന്ന് പറഞ്ഞാല് 2 സൈഡിലും പോകാം, 1 ടൈൽഡ് എന്ന് പറഞ്ഞാല് ഒരു സൈഡിൽ മാത്രം. ഇത് റൈറ്റ് ടൈൽഡ് ടെസ്റ്റ് ആണ്, ഇത് ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വാല്യൂ ആണ്. ക്രിട്ടിക്കൽ വാല്യൂ, അപ്പൊ ഇത് റിജക്ഷൻ റീജിയൻ ആണെങ്കിൽ ഇത് ആക്സെപ്റ്റൻസ് റീജിയൻ ആയിരിക്കും. നമ്മളെ നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള റീജിയൻ ആണ് ഷെയ്ഡഡ് പോർഷൻ അല്ലാത്ത പോർഷൻ. അപ്പം ഈ റിജക്ഷൻ റീജിയനെയും ആക്സെപ്റ്റൻസ് റീജിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ വാല്യൂ. അല്ലെ, സെപ്പറേറ്റ് ചെയ്യുന്ന ആ വാല്യൂന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ വാല്യൂ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്നും പറയും. റിജക്ഷൻ റീജിയനെയും ആക്സെപ്റ്റൻസ് റീജിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ വാല്യൂ. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാല് റിജക്ഷൻ റീജിയൻ ആണ് ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാല് ആക്സെപ്റ്റൻസ് റീജിയനെയും റിജക്ഷൻ റീജിയനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പ്രോബ്ലത്തിനകത്ത് ക്രിട്ടിക്കൽ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ നമ്മളോട് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ക്രിട്ടിക്കൽ റീജിയൻ ആയിട്ട് പെർസെൻറ്റേജ് എടുക്കുന്നത് 5% ആണ്. അപ്പൊ 5%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് 2 ടൈപ്പ് ടൈൽഡ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 1 ടൈൽഡും 2 ടൈൽഡും. അപ്പോൾ 5% നമ്മൾ പ്രോബ്ലത്തിനകത്ത് ക്രിട്ടിക്കൽ റീജിയൻ തന്നില്ലെങ്കിൽ നമ്മൾ 5% ആണ് സാധാരണ ക്രിട്ടിക്കൽ റീജിയൻ എടുക്കുന്നത്. അപ്പൊ 2 ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് 1 ടൈൽഡ് ആണ്. 5% ക്രിട്ടിക്കൽ റീജിയൻ എങ്കിൽ കറസ്പോണ്ടിങ് സെറ്റ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് ക്രിട്ടിക്കൽ വാല്യൂ ഇങ്ങനെ മാറ്റാം, ക്രിട്ടിക്കൽ വാല്യൂ ഓർ ക്രിട്ടിക്കൽ ടാബുലാർ വാല്യൂ. അതായത് നമ്മള് 5ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു ടേബിൾ വാല്യൂ നമുക്ക് വേണമെന്ന്. അപ്പൊ 5% ആ സിഗ്നിഫിക്കൻസ് ലെവൽ തന്നിട്ടുണ്ടെങ്കിൽ 2 ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ടാബുലാർ വാല്യൂ ആണ് സെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. 5% ആണെങ്കിൽ ടാബുലാർ വാല്യൂ എന്ന് പറയുന്നത്
ഇതാണ് 1.96 ആണ്. 5% ആണെങ്കിൽ ടു ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ടാവുക. ഇത് സെറ്റിന്റെ വാല്യൂ ആണ്. സെറ്റ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1.645. 1% ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 2.23. വൺ ടൈൽഡ് ആണെങ്കിൽ 2.58 ആണ്. വൺ ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ 1% സിഗ്നിഫിക്കൻസ് ലെവൽ എങ്കിൽ കറസ്പോണ്ടിങ് സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 2.23. ഇത് ബൈ ഹാർട്ട് ഈ 5ന്റെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. 5 ഇമ്പോർട്ടന്റ് ആണ്. സിഗ്നിഫിക്കൻസ് ലെവൽ തന്നില്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ എടുക്കുന്നത് 5% വെച്ചിട്ടാണ് സിഗ്നിഫിക്കൻസ് ലെവൽ എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്പിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സെറ്റ് ടെസ്റ്റിന്റെ യൂസസ് ആണ് പറയാൻ പോകുന്നത്. എപ്പോഴെല്ലാം നമ്മൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാന്ന്. അപ്പോൾ 2-3 കേസ് ഉണ്ട്. സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു. നമ്പർ ഓഫ് സാമ്പിൾസ് വെരി ലാർജ് ആകുന്ന കേസിൽ നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് സെറ്റ് ടെസ്റ്റ് ആണ്. അതായത് ദി ഗിവൺ, അതായത് പോപ്പുലേഷൻ മീനും പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ സാധാരണ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതെപ്പോഴൊക്കെയാന്ന് ചോദിച്ചാൽ ലാർജ് സാമ്പിളും ആകുന്ന കേസിലാണ് നമ്മൾ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് എഴുതിക്കോ. ദി ടെസ്റ്റ് ദി ഗിവൺ പോപ്പുലേഷൻ മീന് സാമ്പിൾ ഈസ് ലാർജ് പോപ്പുലേഷൻ ആകുന്ന കേസിൽ പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യും. ഓർ വെൻ ദി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണം. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ. പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുമ്പോഴും പോപ്പുലേഷൻ ലാർജ് സാമ്പിൾ ആകുന്ന കേസിലും പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യും. രണ്ടാമത് യൂസ് ചെയ്യുന്ന യൂസസ് എന്ന് പറഞ്ഞാല് രണ്ട് സാമ്പിളിന്റെ ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ, സാമ്പിൾ മീൻ ടെസ്റ്റ് ചെയ്യാൻ. അതായത് ഒരു പോപ്പുലേഷൻ്റെ അകത്തുനിന്ന് 2 സെറ്റ് ഓഫ് സാമ്പിൾസ് എടുക്കുന്നത്. ഫസ്റ്റ് സെറ്റ് ഓഫ് സാമ്പിളിന് S1ഉം സെക്കൻഡ് സെറ്റ് ഓഫ് സാമ്പിളിന് S2 ആണെന്ന് വിചാരിച്ചു. അപ്പൊ S1ന് ആ സാമ്പിൾ സെറ്റ് S1ന് ഒരു മീൻ ഉണ്ടാവും, സാമ്പിൾ സെറ്റ് S2ന് വേറൊരു മീൻ ഉണ്ടാവും. അപ്പൊ ഈ 2 സാമ്പിളിന്റെയും ഒരേ പോപ്പുലേഷൻ ആണ്. ഈ 2 സാമ്പിളിന്റെയും മീനിന്റെ ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യും. അവിടെയും കണ്ടീഷൻ ഇതാണ് സാമ്പിൾ എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പം ഇതാണ് ടു ടെസ്റ്റ് ദി equality of two sample when sample mean when the sample are large or when the population standard deviation is known. പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയുന്നുണ്ടാവും. ഒന്ന് പോപ്പുലേഷന്റെ മീൻ ടെസ്റ്റ് ചെയ്യാൻ ലാർജ് സാമ്പിൾ ആകുന്ന കേസിൽ, അവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണം. പിന്നെ 2 സാമ്പിൾ മീനിന്റെ ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ അവിടെ ലാർജ് സാമ്പിൾ ആയിരിക്കണം. പിന്നെയുള്ള കണ്ടീഷൻ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം.
പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ, മൂന്നാമത്തെ യൂസസ് എന്ന് പറഞ്ഞാല് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ടു ടെസ്റ്റ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ. പോപ്പുലേഷൻ പ്രപ്പോർഷൻ യൂസ് ചെയ്യാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് യൂസസ് ഫോർ ടി ടെസ്റ്റ് ആണ്. എപ്പോഴാണ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ടി ടെസ്റ്റിന്റെ യൂസേജ്, അതായത് സാമ്പിളിന്റെ സൈസ് സ്മോൾ ആകുന്ന കേസിൽ, അതായത് സ്മോൾ മീൻസ് n ലെസ് ദാൻ 30, സ്മോൾ ആകുന്ന കേസിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അൺനോൺ ആകുന്ന കേസിലും നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യും. ഒന്നാമത്തെ ടു ടെസ്റ്റ് ദി ഗിവൺ പോപ്പുലേഷൻ മീൻ. ഇതും പോപ്പുലേഷൻ മീന് ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് സ്മോൾ സാമ്പിൾ ആകുന്ന കേസിൽ, വെൻ ദി സാമ്പിൾ ഈസ് സ്മോൾ. Sample is small and population standard deviation is unknown. പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുന്നുണ്ടാവില്ല. പിന്നത് ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യും സ്മോൾ സാമ്പിൾ ആകുന്ന കേസിൽ. ടു ടെസ്റ്റ് ഈക്വാലിറ്റി ഓഫ് ടു sample mean when samples are small and population standard deviation is unknown. ഈ ഒരു കേസിലും നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യും. ഇനി നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിന്റെ പ്രൊസീജിയറിൽ പറഞ്ഞു, നാലാമത്തെ സ്റ്റെപ്പില് ടെസ്റ്റ് സ്റ്റാറ്റിക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സ്റ്റാറ്റിക് ചൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോപ്പുലേഷൻ മീനിന്റെ മീൻ ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് സ്റ്റാറ്റിക് എഴുതാൻ പോവാണ്. എഴുതിക്കോ. ടെസ്റ്റിംഗ് ഓഫ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടെസ്റ്റിംഗ് ഓഫ് ദി ഗിവൺ പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു എ പർട്ടിക്കുലർ വാല്യൂ. പോപ്പുലേഷൻ മീൻ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം. ടെസ്റ്റിംഗ് ദി ഗിവൺ പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു എ പർട്ടിക്കുലർ വാല്യൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മ്യൂ ഈക്വൽ ടു 45, പോപ്പുലേഷന്റെ മീന് 45 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ആ ടൈപ്പില് ടെസ്റ്റ് സ്റ്റാറ്റിക് എന്താന്ന് പറയാൻ പോവുകയാണ്. അപ്പോ ആ ടൈപ്പ് എന്ന് പറഞ്ഞാല് മ്യൂ ഈക്വൽ ടു ജനറൽ ആയിട്ട് മ്യൂ നോട്ടാന്ന് പറയാം. എഗനസ്റ്റ് എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും H1 എന്ന് പറയുന്നത്. രണ്ട് ടേബിൾ ആയിട്ട് വരക്കാം. ഇത് ടെസ്റ്റ് സ്റ്റാറ്റിക് ലാർജ് ആകുന്ന കേസിലാണ്. ലാർജ് സാമ്പിൾ ലാർജ് n greater than 30, ഇത് സ്മോൾ ആകുന്ന കേസ് ബ്രാക്കറ്റിൽ മതി. n less than 30, നമ്പർ ഓഫ് സാമ്പിൾസ് 30നേക്കാളും ലാർജ് ആണെങ്കിൽ ലാർജ് സാമ്പിൾ എന്ന് പറയും, ലെസ് ആണെങ്കിൽ സ്മോൾ സാമ്പിൾ എന്ന് പറയും. ടെസ്റ്റ് സ്റ്റാറ്റിക് ഇതാണ്. സിഗ്മ നോൺ ആണെങ്കിൽ ലാർജ് സാമ്പിളിന്റെ കേസിൽ വെൻ സിഗ്മ ഈസ് നോൺ, സിഗ്മ മീൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോപ്പുലേഷൻ.
പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സിഗ്മ കേട്ടോ. വെൻ സിഗ്മ ഈസ് നോൺ, ടെസ്റ്റ് സ്റ്റാറ്റിക് സെറ്റ് എന്ന് പറയുന്ന ഫോർമുല ഇതാണ്, എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ. ഇനി വെൻ സിഗ്മ ഈസ് നോൺ, സ്മോൾ സാമ്പിളിന്റെ കേസിൽ സിഗ്മ അറിയാണെങ്കിലും ഇത് ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എൻ വെരി ലാർജ് ആകുന്ന കേസിൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് സാമ്പിൾ മീനിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത്. ഇത് സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ്, വെൻ സിഗ്മ ഈസ് അൺനോൺ, സിഗ്മ ഈസ് അൺനോൺ, ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സെറ്റ് ഈക്വൽ ടു സെയിം തന്നെയാണ്, സെറ്റ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ഫോളോസ് N01. ഇത് ഓർമ്മിക്കണേ. അതായത് സാമ്പിൾസ് സ്മോൾ ആകുന്ന കേസിലും നമുക്ക് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അടുത്തത്, വെൻ സിഗ്മ ഈസ് അൺനോൺ, ലാർജ് സാമ്പിളിന്റെ കേസിൽ സിഗ്മ അറിയില്ലെങ്കിൽ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, സെറ്റ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് എൻ. ഇവിടുത്തെ വെൻ സിഗ്മ ഈസ് അൺനോൺ, അൺനോണിന്റെ കേസിൽ ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സെറ്റ് ഈക്വൽ ടു ഇമ്പോർട്ടന്റ് ആണ്, എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് എൻ മൈനസ് വൺ. ഇവിടെ എൻ മൈനസ് വൺ ഉണ്ട്, ഫോളോസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം എൻ മൈനസ് വൺ. ഇത് ഫോളോ ചെയ്യുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ആ ടി ഡിസ്ട്രിബ്യൂഷന്റെ ടാബിൾ നോക്കേണ്ടത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. ഇത് എന്തൊക്കെയാ ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. മ്യൂ എന്ന് പറയുന്നത് താഴെ എഴുതിക്കോ. മ്യൂ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീൻ ആണ്. പോപ്പുലേഷൻ മീൻ ആണ് മ്യൂ. എക്സ് ബാർ എന്ന് പറയുന്നത് സാമ്പിൾ മീൻ ആണ്. സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾ ആണ്, നമ്പർ ഓഫ് സാമ്പിൾസ്. ഇനി നൾ ഹൈപ്പോത്തിസിസ് എച്ച് നോട്ട് എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആണെങ്കിൽ, അവിടെ H1 എന്ന് പറയുന്നത് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് ആണെങ്കിൽ ടു ടെയിൽഡ് ടെസ്റ്റ് എന്ന് പറയും. ടു ടെയിൽഡ് ടെസ്റ്റ് ആയിരിക്കും. ഇനി എച്ച് നോട്ട് എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആണെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്ന് ടെസ്റ്റ് ചെയ്യണ്ടെങ്കിൽ, അതായത് സാമ്പിളിന്റെ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് മ്യൂ നോട്ടിനേക്കാളും വലുതാന്ന് നമ്മള് എടുക്കണമെങ്കിൽ അതെന്ന് പറയുന്നത് വൺ ടെയിൽഡ് ടെസ്റ്റ് ആയിരിക്കും. ഒരു സൈഡ് മാത്രമല്ലേ ഉള്ളൂ, വൺ ടെയിൽഡ് ടെസ്റ്റ്. മ്യൂ ലെസ് ദാൻ മ്യൂ ആണ് ഇത്. മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് ആണെങ്കിൽ ഇതും വൺ ടെയിൽഡ് ടെസ്റ്റ് ആണ്. ഈ രണ്ട് കേസിലും വൺ ടെയിൽഡ് ടെസ്റ്റ് ആണ് വരുന്നത്. ഈ ടാബിൾ നോക്കേണ്ടതും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് അടുത്ത അവർ ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.